ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചാണക്യ വാക്യമാണ് പഠിക്കുന്നത്. ചാണക്യൻ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, അതായത് ആപത്തുകാലത്ത് ഉപയോഗിക്കുവാൻ പണം ആവശ്യമാണ്. രോഗം വരുമ്പോൾ ചികിത്സയ്ക്ക് പണം വേണം. കുടുംബാംഗങ്ങൾക്ക് രോഗങ്ങളും ആപത്തുകളും വരുമ്പോൾ അവരെ സംരക്ഷിക്കുവാനും ധനം ആവശ്യമാണ്. എന്നാൽ തന്നെ രക്ഷിക്കേണ്ടുന്ന അവസരത്തിൽ കരുതി വെച്ച പണത്തെയും താൻ സംരക്ഷിച്ചവരെയും ഉപേക്ഷിക്കേണ്ടി വന്നാൽ അത് ചെയ്യുക തന്നെ വേണം. ഇതാണ് ചാണക്യൻ പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണിത്. സമൂഹ ജീവിയാണ് മനുഷ്യൻ. ആ മനുഷ്യന് തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും തന്നെ ആശ്രയിച്ചു ജീവിക്കുന്ന തങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ തന്നെ അവരുടെ സംരക്ഷണത്തിനായിട്ട് ധനം ആവശ്യമാണ്. നമുക്ക് ജീവിക്കുന്നതിന് പണം ആവശ്യമാണ്. പണം ദോഷമാണ് എന്നൊന്നും ആരും ചിന്തിക്കരുത്. ധനം ആവശ്യമാണ്. ധനം വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങളും വർദ്ധിക്കും. അതും സത്യമാണ്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള പണം നമുക്ക് ആവശ്യമാണ്. മനുഷ്യൻ ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഈ സമൂഹത്തിലെ അവൻ്റെ നിലയ്ക്കും വിലയ്ക്കും ഒക്കെ അനുസരിച്ചിട്ട് അവന് ജീവിക്കണം. കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അത്യാവശ്യം നല്ല ഒരു വീട് ഒക്കെ ഉണ്ടാക്കണം. നമ്മുടെ സാമൂഹിക പരിതസ്ഥിതിക്ക് അനുസരിച്ചിട്ട് നമ്മുടെ സന്തോഷങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പണം ആവശ്യമാണ്. നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മുടെ ഭാര്യ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, സഹോദരങ്ങൾ, ഇവരൊക്കെ നമ്മളെ ആശ്രയിച്ചിട്ട് ജീവിക്കുന്നവരായിരിക്കും. ഇവരെയൊക്കെ നമ്മൾ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ വേറൊരു ഘട്ടത്തിൽ സഹായിക്കേണ്ടി വരികയും ചെയ്യും. അങ്ങനെയൊക്കെ ജീവിക്കുന്നതിനായിട്ട് നമുക്ക് എന്താവശ്യമാണ്? പണം ആവശ്യമാണ്. എങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള ഈ പണം നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്? അതിനായിട്ട് നമ്മൾ ജോലി ചെയ്യണം. ജോലി ചെയ്ത് പണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് സൂക്ഷിക്കുകയും കൂടി വേണം. പണം ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷേ അത് സൂക്ഷിക്കുന്നതിനാണ് ഏറ്റവും പാട്. ഒരാൾ കഷ്ടപ്പെട്ട് ഒരു ദിവസം 1000 രൂപ ഉണ്ടാക്കും. അങ്ങനെ 1000 രൂപ ഉണ്ടാക്കി കഴിഞ്ഞാൽ അയാൾക്ക് ഒരു മാസം 30,000 രൂപ ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷേ 30 ദിവസം കഴിയുമ്പോൾ അയാളുടെ കയ്യിൽ ഒന്നും കാണില്ല. ചിലപ്പോൾ കടമായിരിക്കും ഉള്ളത്. അങ്ങനെ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കാനായിട്ട് സാധിക്കും, പക്ഷേ അത് സൂക്ഷിക്കാൻ പലർക്കും അറിയില്ല. അതിനു വേണ്ടിയിട്ട് അച്ചടക്കത്തോടു കൂടി ജീവിച്ച് ധനം മിച്ചം വെക്കണം. സമ്പാദ്യത്തിൻ്റെ ആവശ്യകതയാണ് ഈ വാക്യങ്ങളിലൂടെ ചാണക്യൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ധനസമ്പാദനം നേരായ മാർഗത്തിലൂടെ ആയിരിക്കണം. ആ പണം മാത്രമേ ആപത്തുകാലത്ത് നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. നാണം കെട്ടും പണം നേടിയാൽ നാണക്കേട് ആ പണം മാറ്റിക്കൊള്ളും എന്ന സിദ്ധാന്തം ഒരിക്കലും ശരിയല്ല എന്നിവിടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ അന്തസ്സും ആത്മാഭിമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം ധനം സമ്പാദിക്കേണ്ടത്. സ്വന്തം മാതാപിതാക്കളെയും ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കുവാൻ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അവരുടെ മാനസികവും ശാരീരികവുമായ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടുന്നത് വളരെയധികം ആവശ്യമാണ്. അവരെ സംരക്ഷിക്കുവാൻ താൻ മാത്രമേ ഉള്ളൂ എന്ന ബോധം അയാൾ സ്വയം ഉണ്ടാക്കണം. അപ്പോൾ തനിക്കും തൻ്റെ സംരക്ഷണയിൽ ഇരിക്കുന്നവർക്കും ആപത്തും മാനഹാനിയും ഉണ്ടാകാതെ നോക്കുവാൻ അയാൾക്ക് സാധിക്കും. അതായത് പലരുടെയും ഒരു വിചാരമുണ്ട്, കഴിക്കാൻ ആഹാരം കൊടുക്കുന്നുണ്ട്, അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഉടുക്കാൻ തുണി മേടിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷേ മറ്റൊരു വിലയും കൊടുക്കില്ല. അങ്ങനെയല്ല ഒരാളെ സംരക്ഷിക്കേണ്ടത് എന്നാണ് ഇവിടെ ചാണക്യൻ പറയുന്നത്. എങ്ങനെയാണ് അവരെ സംരക്ഷിക്കേണ്ടത്? അവരുടെ ശാരീരികവും മാനസികവുമായ സുരക്ഷ, അത് രണ്ടും ഒരുവൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുകൂടി ഇവിടെ ചാണക്യൻ
ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഇങ്ങനെയൊക്കെ അവൻ ചെയ്യുകയാണെങ്കിൽ പോലും താൻ ആപത്തിലകപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു ഘട്ടം വരുമ്പോൾ താൻ സംരക്ഷിച്ചു വെച്ച ധനത്തെയും തൻ്റെ സംരക്ഷണയിൽ ഇരിക്കുന്ന ആളുകളെയും ഉപേക്ഷിക്കേണ്ടി വന്നാൽ ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇപ്പോൾ തൻ്റെ കയ്യിൽ ഒരു 50 ലക്ഷം രൂപ ഉണ്ട് എന്ന് കരുതുക. തൻ്റെ സംരക്ഷണയിലിരിക്കുന്ന ഒരാൾക്ക് ഗുരുതരമായ ഒരു രോഗം വന്നു എന്ന് കരുതുക. ആ സമയത്ത് ഇത് എൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും എൻ്റെ മറ്റുള്ള ആളുകളുടെ ഇന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വച്ചിരിക്കുന്ന പണമാണ്, ആ പണമെടുത്ത് എനിക്ക് കളയാൻ സാധിക്കുകയില്ല എന്ന് അയാൾ പറയരുത്. കാരണം അവിടെ ആ രോഗത്തിനെ ചികിത്സിക്കുക എന്നുള്ളതാണ് പ്രധാനം. ആ സമയത്ത് താൻ കരുതി വെച്ച ധനത്തെ ഉപേക്ഷിക്കണം. അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിലേക്ക് ഒരു വലിയ മാനഹാനി കടന്നു വരുന്നു എന്ന് കരുതുക. തനിക്ക് 2 ആൺകുട്ടികളുണ്ട്. അതിൽ ഒരു ആൺകുട്ടി അല്പം കുഴപ്പക്കാരനാണ്. അവൻ കുറേ ആളുകളെയൊക്കെ പറ്റിച്ചിട്ട് കുറച്ച് കാശൊക്കെ മേടിച്ചിട്ട് അവസാനം അത് അവന് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. തൻ്റെ വീട്ടിലേക്ക് കടം മേടിച്ച ആളുകളെല്ലാം കൂടെ വന്ന് വഴക്കുണ്ടാക്കുകയാണെങ്കിൽ തൻ്റെ കയ്യിലിരിക്കുന്ന പണം എടുത്തു കൊടുത്ത് തൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കണം എന്നാണ് പറയുന്നത്. അതല്ലാതെ ഞാൻ സംരക്ഷിച്ചു വെച്ച പണം തരില്ല എന്ന് പറയരുത്. അവിടെ നശിക്കുന്നത് അയാളുടെ സൽപ്പേര് കൂടിയാണ്. കാരണം അയാളുടെ മകനാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തത്. അങ്ങനെ തൻ്റെ കയ്യിലുള്ള പണം കൊടുത്ത് തൻ്റെ സൽപ്പേര് നിലനിർത്തിയതിന് ശേഷം ആ മകനെ തിരുത്താൻ ശ്രമിക്കുക. അവൻ ഒരിക്കലും നേരായ മാർഗത്തിലൂടെ വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവനെ ഉപേക്ഷിക്കുക. അതാണ് ഇവിടെ ചാണക്യൻ പറയുന്നത്. ഇത് മകനായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അങ്ങനെ വേണം ചെയ്യാൻ. വലിയ ആപത്തിൽപ്പെടുമ്പോൾ ആ സമയത്ത് മറ്റൊരാവശ്യത്തിന് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ധനമാണെങ്കിൽ പോലും ആ ധനം എടുത്ത് ഉപയോഗിക്കണം. കാരണം ഒരുവൻ്റെ സൽപ്പേരും അഭിമാനവുമാണ് പരമപ്രധാനം. അത് നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും ഒരു മനുഷ്യൻ ചെയ്യരുത് എന്നാണ് പറയുന്നത്. അത് അതിൻ്റേതായ അർത്ഥത്തിൽ എടുക്കുക. സന്ദർഭത്തിനനുസരിച്ച് ഈ വാക്യം അവിടെ അപ്ലൈ ചെയ്യുക. ഇപ്പം സ്വന്തം മക്കളൊക്കെ ആവുമ്പോൾ, ഭാര്യയുമൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ധനമൊക്കെ എടുത്ത് കൊടുക്കേണ്ടി വരും. മക്കളെ പരമാവധി ഉപദേശിച്ച് നന്നാക്കാനൊക്കെ നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം. ഒരു തരത്തിലും വരുന്നില്ലെങ്കിൽ അവരെ ഉപേക്ഷിക്കുക. ബന്ധുക്കളൊക്കെ ഉണ്ട് ചിലർ ഈ നനഞ്ഞിടം കുഴിച്ചിടും എന്ന് പറയുന്ന അവസ്ഥ. സ്ഥിരമായി ഇങ്ങനെ നനഞ്ഞിടം കുഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തനിക്ക് തൻ്റെ ജീവിതത്തിന് അത് ആപത്തുണ്ടാക്കുന്നു എന്ന ഘട്ടം വരുമ്പോൾ അങ്ങനെ നനഞ്ഞിടം കുഴിപ്പിക്കരുത്. ഉപേക്ഷിക്കേണ്ടതാണെങ്കിൽ അതിനെ ഉപേക്ഷിക്കുക. സ്വന്തം ഒരു നിലനിൽപ്പ്, ആ നിലനിൽപ്പും അഭിമാനവും നോക്കണം. എങ്കിൽ മാത്രമേ നമുക്കവരെ പിന്നീട് ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പോലും സംരക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. തൻ്റെ നിലനിൽപ്പ് അപകടത്തിലാക്കിക്കൊണ്ട് ഒരു കാര്യവും ചെയ്യരുത് എന്നാണ് ചാണക്യൻ ഇവിടെ പറയുന്നത്. അഭിമാനത്തിനും സൽപ്പേരിനും വലിയ പ്രാധാന്യം കൊടുക്കുന്നു. ധനസമ്പാദനം എങ്ങനെ ആയിരിക്കണം എന്നുകൂടി ഇവിടെ പറഞ്ഞു തരുന്നു. ധനം സമ്പാദിക്കുക തന്നെ വേണം, അത് ഒരുവൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നുകൂടി ഇവിടെ ചാണക്യൻ പറയുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ചാണക്യൻ വലിയ രാഷ്ട്രതന്ത്രജ്ഞനാണ്. അതുകൊണ്ട് മനസ്സിന് നല്ല ബലമാണ്. അതുകൊണ്ടാണ് ഇതുപോലുള്ള വാക്യങ്ങളൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ നിങ്ങളെ ആരെങ്കിലും ഇങ്ങനെ നിരന്തരം ശല്യപ്പെടുത്തുന്നുണ്ടോ? നിങ്ങൾ ആരെയെങ്കിലും ശല്യപ്പെടുത്തുന്നുണ്ടോ? നനഞ്ഞിടം കുഴിക്കുന്നുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പറയുക. അതല്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിലും സാരമില്ല, നിങ്ങളുടെ മനസ്സിലിട്ട് ഒന്ന് ചിന്തിക്കുക. നമ്മളങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. നമ്മളെ നിരന്തരം ആരെങ്കിലും ഇങ്ങനെ
ചതിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ നമ്മുടെ നിലനിൽപ്പിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ആരെങ്കിലും നമ്മളെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. എല്ലാവരും നാമം ജപിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.